കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. കേരളത്തിൽ ബി.ജെ.പിക്ക് കാര്യമായ സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയവും കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിലെ വർധനയും ബി.ജെ.പിക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. 1.5 പതിറ്റാണ്ടുകാലത്തെ പ്രയത്നവും നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഉയർത്തുന്ന താരമൂല്യവുമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് കാരണം. പൊളിറ്റിക്കൽ തിയറി അനുസരിച്ച് ഒരു പാർട്ടി 20% വോട്ട് വിഹിതം ഉറപ്പിച്ചാൽ പിന്നെ അത് 30 മുതൽ 35 എന്ന നിലവാരത്തിലേക്ക് ഉയരാൻ അധികനാൾ വേണ്ടിവരില്ല എന്നതാണ്. എന്നാൽ കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 20 നിന്നും 30 മുതൽ 35 എത്തുക അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. കേരളത്തിലെ സവിശേഷ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇവിടെ പ്രധാന പ്രതിബന്ധങ്ങളിലൊന്ന്. അതിനപ്പുറം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളെയും മറ്റ് പിണക്കങ്ങളും മറ്റൊരു തിരിച്ചടി കൂടിയാണ്. കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുമ്പോഴും പോയ നാളുകളിൽ സാമൂഹ്യ സാംസ്കാരിക ഭരണകൂട രംഗത്ത് നിന്നും നിരവധി പ്രമുഖർ ബി.ജെ.പിയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വന്നുകയറിയവരൊക്കെ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിന് കൃത്യമായ ഉത്തരം ആർക്കുമില്ല. വാസ്തവത്തിൽ ബി.ജെ.പിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ബി.ജെ.പി കേരള ഘടകത്തിലേക്ക് വന്നുകയറിയ പ്രമുഖർക്ക് എന്താണ് സംഭവിച്ചത്? മെട്രോമാൻ എന്ന ടെക്നോക്രാറ്റ് ഇ. ശ്രീധരൻ അസാധ്യമെന്ന് കരുതിയ പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മിതിയും കൊങ്കൺ റെയിൽവേയുമെല്ലാം യാഥാർത്ഥ്യമാക്കി രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് നയിച്ച പ്രതിഭയാണ്. 2021 അദ്ദേഹം ബി.ജെ.പി ടിക്കറ്റിൽ പാലക്കാട് നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഷാഫി പറമ്പിൽ എന്ന സിറ്റിംഗ് എം.എൽ.എയെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ശ്രീധരൻ കേവലം 2000-ഓളം വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാലക്കാട്ടുകാർ ശ്രീധരനെ പിന്തുണച്ചു എന്ന് വ്യക്തം. തിരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ ശ്രീധരൻ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പോലും വിലയിരുത്തപ്പെട്ടു. എന്നാൽ അതിനെ പാടെ നിഷേധിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് വി. മുരളീധരൻ അപ്പോൾ തന്നെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയെ നേരത്തെ തീരുമാനിക്കുന്ന കീഴ്വഴക്കം പാർട്ടിക്കില്ലെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. ഒരുപക്ഷെ അന്ന് മുരളീധരൻ അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ പാലക്കാട്ടെ ഫലം മറ്റൊന്നായി മാറുമായിരുന്നുവെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏതായാലും പാലക്കാട്ടെ തോൽവിയേക്കാളുപരി പാർട്ടിക്കുള്ളിലെ തമ്മിൽകുത്ത് ശ്രീധരന്റെ മനസ്സ് മടുപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രായത്തിന്റെ പേര് പറഞ്ഞ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. ഒരുപക്ഷെ ശ്രീധരനെ പോലൊരു നേതാവ് ബി.ജെ.പിയുടെ മുഖമായി ഒരു 5 കൊല്ലം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 25% അല്ലെങ്കിൽ അതിനു മുകളിൽ വോട്ട് വിഹിതം നേടാനും 2-3 എം.പിമാരെ സൃഷ്ടിക്കാനും സാധിക്കുമായിരുന്നു. സംസ്ഥാനത്ത് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തി അധികാര കേന്ദ്രങ്ങളുടെ കണ്ണിലെ കരടായി മാറിയ ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ഡി.ജി.പി ഡോക്ടർ ജേക്കബ് തോമസ്. ഡൽഹിയിലെ RSS ബുദ്ധികേന്ദ്രങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ് അദ്ദേഹം ബി.ജെ.പി കേരള ഘടകത്തിലെത്തിയത്. തുടർന്ന് 2021 അദ്ദേഹം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. SNDPയുടെ നോമിനിയായി ഒരു പ്രമുഖൻ സ്ഥിരമായി NDA ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ജേക്കബ് തോമസിനെ ഇറക്കിയപ്പോൾ പാർട്ടി പ്രവർത്തകർ ആവേശത്തിലായി. ഇക്കുറിയൊരു മാറ്റം വരുമെന്ന് അവർ കണക്കുകൂട്ടി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കൂടെ നിന്നവർ തന്നെ കാലുവാരിയതോടെ ജേക്കബ് തോമസിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ത്യയുടെ വിദേശ അംബാസിഡർ എന്ന നിലയിൽ സേവനം കാഴ്ചവെച്ചിട്ടുള്ള ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ തന്റെ ആഭിമുഖ്യത്തിൽ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചു എന്ന പേരിൽ SFIക്കാർ അദ്ദേഹത്തെ തെരുവിലിട്ടു തല്ലി. ഇതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ ഇന്നും നമുക്ക് മുന്നിൽ ഓർമ്മയാണ്. അങ്ങനെ ഒരാൾ ബി.ജെ.പിക്കൊപ്പം ചേർന്ന് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാന്യമായ അക്കോമഡേഷൻ നൽകേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. തിരുവനന്തപുരം പോലെ ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ സാധിക്കുമായിരുന്നു. പകരം ബി.ജെ.പി പരീക്ഷിച്ചത് കേരളവുമായി കാര്യമായ ഒരു ബന്ധവുമില്ലാത്ത മുൻമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ. അദ്ദേഹത്തെ മറ്റേതെങ്കിലും സ്ഥാനത്ത് നിർത്തി രാജ്യസഭയിലൂടെ പാർലമെന്റിൽ എത്തിക്കാനും കേരളത്തിൽ പ്രവർത്തിക്കാനും അവസരം നൽകാമായിരുന്നു. അതും ഉണ്ടായില്ല. ഡോക്ടർ C.V. ആനന്ദബോസ്, ഡോക്ടർ K.S. രാധാകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ സലാം, റിട്ടയർഡ് ഡി.ജി.പി R. ശ്രീലേഖ തുടങ്ങിയ ഒരുപിടി പ്രമുഖർ ബി.ജെ.പിയിലേക്ക് വന്നിട്ടുണ്ടെന്നതും ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഇതിൽ C.V. ആനന്ദബോസ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണറാണ്. K.S. രാധാകൃഷ്ണനും അബ്ദുൾ സലാമുമൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തിരഞ്ഞെടുപ്പുകൾക്കപ്പുറം അവരുടെ സേവനം പാർട്ടി എങ്ങനെ വിനിയോഗിക്കുന്നുവെന്നത് പ്രസക്തമായ ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കാട്ടാൻ പൊതു സ്വീകാര്യനായ ചിലരുടെ മുഖങ്ങൾ പാർട്ടിക്ക് ആവശ്യമാണ്. ആ സാധ്യത പാർട്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം അവരുടെ കഴിവ് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ തൽപരകക്ഷികൾ തയ്യാറാകുന്നില്ല. അതുപോലെ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായ പത്മജ വേണുഗോപാൽ, അനിൽ ആന്റണി എന്നിവരുടെ ബി.ജെ.പി പ്രവേശനവും രാഷ്ട്രീയ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുത്തെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പത്മജയും അനിലും പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ആവേശത്തോടെയായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. എന്നാൽ പോകെ പോകെ ആ ആവേശവും കെട്ടടങ്ങി. ഇന്ന് പാർട്ടിയിലേക്ക് വന്ന പ്രമുഖരുടെ പേര് പോലും കേൾക്കാത്ത അവസ്ഥയാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.